ഇനി മണിക്കൂറുകൾ വേണ്ട, സെക്കൻഡുകൾ മതി. ഈ ഒരു സീക്രട്ട് AI ടൂൾ വെറും 10 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ പ്രോംപ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റുകളും ഡിസൈനുകളും ക്രിയേറ്റ് ചെയ്തു തരും. ഇതോടെ ഡിസൈനർമാരുടെ പണി കഴിയുമോ അതോ പണി കുറച്ചുകൂടെ എളുപ്പമാമോ എന്ന് കാത്തിരുന്ന് കാണണം. ഈ ടൂൾ എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ നോക്കാം. ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു ഗ്രാഫിക് ഡിസൈനറോ അതോ ഡിജിറ്റൽ മാർക്കറ്ററോ ആണോ എങ്കിൽ ഈ വീഡിയോ ഓണം സ്പെഷ്യലായിട്ട് നിങ്ങൾക്കുള്ളതാണ്. ഈ കാണുന്ന ഡിസൈനുകളെല്ലാം ഞാനുണ്ടാക്കിയത് വെറും 10 സെക്കൻഡ് കൊണ്ടാണ്. യെസ്, ഈ ഓണം സീസണിൽ നിങ്ങളുടെ ബ്രാൻഡിനെയും ക്രിയേഷൻസിനെയും നമുക്ക് കുറച്ചുകൂടി ലക്ഷറിയസ് ആക്കാം. അതും ഈ 2 AI ടൂൾസ് വെച്ച്. ആദ്യത്തേത് ഒബ്വിയസ്ലി ChatGPT ആണ്. പക്ഷേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെയല്ല ഇവിടെ ChatGPT ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ബിസിനസ്സിനായ ഒരു പ്രൊഫഷണൽ ക്രിയേറ്റീവ് അസിസ്റ്റൻറ്റിനെ പോലെ ChatGPTനെ മാറ്റിയെടുക്കണം. അതിനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ChatGPTയെ ട്രെയിൻ ചെയ്യുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു 10-20 ഗ്രാഫിക് ഡിസൈൻ റിലേറ്റഡ് പ്രോംപ്റ്റുകൾ വെച്ച് ഓർഗനൈസ്ഡ് റിപ്പീറ്റബിൾ സ്ട്രക്ചറിൽ പുതിയ പ്രോംപ്റ്റുകൾ ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾ ChatGPTയെ ട്രെയിൻ ചെയ്യണം. ഇവിടെ ഞാൻ ChatGPTയെ ട്രെയിൻ ചെയ്യുന്നത് മുൻപ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് എടുത്ത PDF യൂസ് ചെയ്തുകൊണ്ടാണ്. ChatGPTയിലേക്ക് ഈ ഒരു PDF അപ്ലോഡ് ചെയ്ത ശേഷം ഈ PDFലെ ഈ ഒരു പ്രോംപ്റ്റ് നമ്മൾ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ChatGPTയെ ട്രെയിൻ ചെയ്യാനായി നല്ല പ്രോംപ്റ്റുകൾ കയ്യിലില്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ChatGPT ഉപയോഗിച്ച് പ്രീമിയം പ്രോംപ്റ്റുകൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന 90-ലധികം റെഡിമെയ്ഡ് പ്രോംപ്റ്റുകളുള്ള ഈ ബുക്ക് വെറും 99 രൂപയ്ക്ക് ഞാൻ നിങ്ങളുടെ ക്രിയേറ്റീവ് വർക്ക്സിനായി സെൻഡ് ചെയ്ത് തരാം. ഓക്കെ? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായ ഒരു ചോദ്യം വരും. എന്തിനാണ് നമ്മൾ ChatGPT എങ്ങനെ മെനക്കെട്ട് ട്രെയിൻ ചെയ്യുന്നത്? നേരെ പോയി ChatGPTയോട് മനോഹരമായൊരു ഓണം പോസ്റ്റർ ഉണ്ടാക്കാൻ ഒരു പ്രോംപ്റ്റ് താ എന്ന് പറഞ്ഞാൽ പോരെ? നിങ്ങൾ എങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങളൊരു ഡിസൈനിങ് റിലേറ്റഡായ ഒരു കമ്പനി നടത്തുകയാണ്. അവിടെ ഈ അടുത്തൊരു ഡിസൈനർ വന്ന് ജോയിൻ ചെയ്തു. നിങ്ങൾ ആ ജൂനിയർ ഡിസൈനറോട് വെറുതെ ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടി പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അയാളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ട് വരും. അത് ചിലപ്പോൾ കൊള്ളാമായിരിക്കും, പക്ഷേ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഒരു ഫീൽ അതിനുണ്ടാകണമെന്നില്ല, അല്ലേ? എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും മികച്ച 10 ഡിസൈനുകൾ അദ്ദേഹത്തെ കാണിച്ചിട്ട് പറയാണ്, നോക്കൂ, ഇതാണ് നമ്മുടെ സ്റ്റൈൽ. നമ്മൾ ഈ തരം ഫോണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഈ കളർ പാറ്റേൺ ശ്രദ്ധിക്കണം. ലോഗോ ഇവിടെയാണ് വെക്കേണ്ടത്. ഇത്രയും ഉദാഹരണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ജൂനിയർ ഡിസൈനർ ഉണ്ടാക്കുന്ന അടുത്ത ഡിസൈൻ എന്തായിരിക്കും? അത് ഏകദേശം നിങ്ങളുടെ സ്റ്റൈലിലേക്ക് വന്നിരിക്കും. ആ ഡിസൈനിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഒരു ടച്ച് ഉണ്ടാകും, അല്ലേ? ഇതേ കാര്യമാണ് നമ്മൾ ChatGPTയോടും ചെയ്യുന്നത്. നമ്മൾ 10-20 നല്ല പ്രോംപ്റ്റുകൾ ഉദാഹരണമായി കൊടുക്കുമ്പോൾ ChatGPT നമ്മുടെ സ്റ്റൈൽ പഠിക്കുകയാണ്. ഓക്കെ, ഈ ഒരു യൂസറിന് വേണ്ടത് വെറും ഒറ്റവരി പ്രോംപ്റ്റ് അല്ല, മറിച്ച് സബ്ജക്റ്റ്, എൻവയൺമെൻറ്റ്, ലൈറ്റിംഗ്, കളേഴ്സ് എന്നിങ്ങനെ എല്ലാം വേർതിരിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു പ്രൊഫഷണൽ പ്രോംപ്റ്റാണ് എന്ന് ChatGPT കൃത്യമായി മനസ്സിലാക്കുന്നു. അങ്ങനെ ട്രെയിൻ ചെയ്തൊരു ChatGPTയോട് നിങ്ങൾ പിന്നീട് എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് തരുന്നത് ഒരു സാധാരണ മറുപടിയായിരിക്കില്ല. പകരം നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത അതേ ഘടനയിൽ ഒരു പ്രൊഫഷണൽ ഡിസൈനർക്ക് കൊടുക്കാൻ പറ്റിയ കിഡ്ലൻ ക്വാളിറ്റിയുള്ള പ്രോംപ്റ്റുകളായിരിക്കും. ഇനി ChatGPT ക്രിയേറ്റ് ചെയ്തു തന്ന ഈ പ്രോംപ്റ്റ്സ് നമ്മൾ കോപ്പി ചെയ്തു ഗൂഗിളിൻ്റെ ഒരു അണ്ടർറേറ്റഡ് AI ടൂളായിട്ടുള്ള വിസ്ക് AIയിൽ പേസ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് രണ്ടാമത്തെ ടൂൾ വരുന്നത്. ഇത്രയുള്ള പരിപാടി. ഇത് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ChatGPTയുടെ ഫ്രീ വേർഷനേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ലോഗോകളും പോസ്റ്ററുകളും മറ്റ് ഡിസൈനുകളും ക്രിയേറ്റ് ചെയ്തു തരും. ഗൂഗിളിൻ്റെ തന്നെ ImageFX എന്നൊരു AI ടൂളും വരുന്നുണ്ട്. നിലവിലിത് ഇന്ത്യയിൽ നേരിട്ട് ലഭ്യമല്ല. എങ്കിലും ഒരു VPN എടുത്ത് സിംഗപ്പൂർ ലൊക്കേഷനെ കണക്ട് ചെയ്താൽ ഇത് ഇന്ത്യയിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ImageFXൽ അവർ ഇമേജ് ക്വാളിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിത് ഉപയോഗിച്ച് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരു ഇഷ്യൂ ആവും. എന്നാൽ ഈ ഒരു വിസ്ക് AIയിൽ അങ്ങനെ ഒരു ഇഷ്യൂ ചെയ്യുന്നില്ല. അതുകൂടാതെ ഈ ഒരു AIയിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്നത്. ഞാൻ Pinterest ഓപ്പൺ ചെയ്തു. ഇതിൽ കാണുന്ന ഈ ഒരു പോസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് ഡൗൺലോഡ് ചെയ്ത് ശേഷം വിസ്കിൽ അപ്ലോഡ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഡിസൈൻസ് കോപ്പി ചെയ്യാനും കൂടാതെ എന്തും ഡിസൈൻസ് എഡിറ്റ് ചെയ്യാനും ഇത് ഉപയോഗിക്കാം. പക്ഷേ ഉദ്ദേശിച്ചതുപോലൊരു പ്രീമിയം ക്വാളിറ്റി ലഭിക്കുന്നില്ലെങ്കിൽ അതിനായി ചില ടിപ്സുകളുണ്ട്. നിങ്ങളുടെ പ്രോംപ്റ്റുകൾ കൂടുതൽ വ്യക്തമാക്കാൻ സ്ക്രീനിൽ കാണുന്ന ഈ കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. കൂടാതെ റിയലിസ്റ്റിക് ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ നിങ്ങളുടെ പ്രോംപ്റ്റിൽ അൾട്രാ റിയലിസ്റ്റിക്, 8K, സിനിമാറ്റിക് ലൈറ്റിംഗ് പോലുള്ള കീവേഡ്സ് ചേർത്ത് നോക്കാം. അതുപോലെ കാർട്ടൂൺ, 3D റെൻഡർ, എയർബ്രഷ് പോലുള്ള കീവേഡ് ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.